എന്തൊക്കെയാ ഇപ്രാവശ്യം ബിഗ് ബോസിൽ നടക്കുന്നേ? ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ആദ്യം തന്നെ ഒരാൾ പുറത്തു പോകുന്നു, പിന്നെ ഒരാൾ ഇടികിട്ടി പുറത്തു പോകുന്നു, പിന്നെ ആരൊക്കെ വരുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ മറ്റൊരു സംഭവം നടന്നിരിക്കുകയാണ്. ബിഗ് ബോസിനെതിരെ പരാതി വന്നിരുന്നു. അങ്ങനെ ബിഗ് ബോസ് ഇപ്രാവശ്യം തടഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് മലയാളത്തിൽ വരരുതെന്നും പറഞ്ഞുകൊണ്ട് പരാതികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ വന്നു കഴിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഒരു മത്സരാർത്ഥിക്കെതിരെയും പരാതി വന്നിരിക്കുകയാണ്. ഈ പരാതിയുടെ കനം അന്വേഷിച്ച് പോലീസുകാർ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പറഞ്ഞു വരുന്നത് ജാസ്മിനെ കുറിച്ചാണ്. ജാസ്മിനെതിരെ കൃത്യമായ രീതിയിൽ പരാതി വന്നിട്ടുണ്ട്. ഇത് കോടതിയിൽ എത്തിയിട്ടുമുണ്ട്. ഇനി പ്രശ്നം ഗുരുതരമാവുകയാണെങ്കിൽ, നമ്മുടെ അനിയൻ മിഥുന്റെ വിഷയം പോലെ പ്രതിസന്ധി ആവുകയാണെങ്കിൽ ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ജാസ്മിനെ ചിലപ്പോൾ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒന്നും അറിയാത്ത പോലെ വോട്ട് കുറഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കാം ജാസ്മിൻ പുറത്തേക്ക് പോവുക. അല്ലെങ്കിൽ ജാസ്മിൻ അവിടെ നിർത്തും. ബിഗ് ബോസിന്റെ റൂളുകൾ അനുസരിച്ച് കുറച്ചു നാളത്തെ ഗ്യാപ്പ്, മുൻകൂർ ജാമ്യമൊക്കെ ചിലപ്പോൾ ബിഗ് ബോസ് വക കിട്ടുമായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ചു നാൾ കൂടി വീട്ടിൽ എത്തുന്നത് വരെ സേഫ് ആയിട്ട് ജാസ്മിന് ശരിക്കും ഒരു ഷെൽട്ടർ ആയിട്ട് ബിഗ് ബോസിനെ കൊണ്ടു നടക്കാമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിൻ ഉണ്ടാക്കിയ ഓളം ബിഗ് ബോസില് കുറെ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത് വരുന്ന ഒരു വ്യക്തിയാണ്. ഇൻസ്റ്റാഗ്രാം ആയാലും മറ്റ് സോഷ്യൽ മീഡിയ ആയാലും തുറന്നു കഴിഞ്ഞാൽ ജാസ്മിനുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് കൂടുതലും വരുന്നത്. ഒരു വിധത്തിൽ നെഗറ്റീവ് ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് കൂടുതലും വിഷയങ്ങൾ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജാസ്മിൻ പുറത്തു പോവുകയാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ജാസ്മിൻ പോവാതിരിക്കാൻ, പുറത്താക്കാതിരിക്കാൻ ബിഗ് ബോസ് നല്ല പണി പെടേണ്ടി വരും. അത് പെടും ചെയ്യും. കാരണം നന്നായി ബുദ്ധിമുട്ടും ബിഗ് ബോസ്. എന്നാലും സേഫ് ആക്കാൻ നോക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അഖിൽ മാരാരെ പുറത്താക്കാൻ പല സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷെ അഖിൽ പോയാൽ ബിഗ് ബോസ് ഹൗസ് നാഥനില്ല കളരി പോലെയാവും എന്ന് മനസ്സിലാക്കി. അതുപോലെ കുറച്ച് പിടിച്ചു നിൽക്കാനായിട്ട് ബിഗ് ബോസ് അഖിലിനൊപ്പം നിൽക്കുകയും നിയമങ്ങളിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാനും ബാക്കിയുള്ളവരൊക്കെ സഹായിച്ച് അവർക്ക് ഓക്കെ നിങ്ങളൊന്ന് അഖിലിന് വേണ്ടി ഒന്ന് ഒതുങ്ങൂ എന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഈ പ്രാവശ്യം ജാസ്മിനുമായിട്ട് ഒരു പ്രശ്നമില്ലെന്ന് ജിൻഡോയെ കൊണ്ട് പറയിപ്പിക്കുകയും ജിൻഡോ തന്നെ നായകനായിട്ട് വരികയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഇനി ജിൻഡോയെ കൊണ്ട് പറയും എനിക്കൊരു പരാതിയില്ല, അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള വാക്കുകൾ നമുക്ക് ഇനി കേൾക്കേണ്ടി വരും. അപ്പോ അതൊക്കെ വരും എപ്പിസോഡുകളിൽ സാധ്യതയായിട്ട് കാണുന്നുണ്ട്. എന്തായാലും പരാതി വന്നിട്ടുള്ളത് കൊണ്ട് ബിഗ് ബോസ് അത് സീരിയസ് ആയിട്ട് തന്നെ കാണും. അത് എങ്ങനെയായിരിക്കും അതിന്റെ രീതി എന്നുള്ളത് വരും ദിവസങ്ങളിലാണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ ജാസ്മിൻ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സിബിന്റെ കാര്യത്തിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സിബിൻ എന്തായാലും പോവുകയാണ്. കുറച്ച് നാളത്തെ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരാൻ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോ തനിക്ക് പുറത്തു പോവാതെ പറ്റില്ല എന്ന് പറയുകയാണ് സിബിൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ബിഗ് ബോസ് ഒരു ബ്രേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം മാറ്റി നിർത്താം. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി. അപ്പൊ ബിഗ് ബോസ് ഈ പ്രാവശ്യം വളരെ പരിതാപകരമായ പരിക്കുകളുടെ പിടിയിൽപ്പെട്ട ഒരു ബിഗ് ബോസ് ആയിട്ട് മാറുകയാണ്. ഒരുപാട് പ്രതിസന്ധികളാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നേരത്തിന് മുമ്പേ പൂജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനി തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സാധ്യതയും കാണുന്നില്ല. ഉറപ്പില്ല. 90% വരില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ സിബിൻ എന്താവും അറിയില്ല. സിജോ എന്താവും അറിയില്ല. സിജോ വരുമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വലിയ പ്രതിസന്ധികളാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. എന്തായാലും ജാസ്മിൻ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയായിരിക്കും ഒരുവിധപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകർ ആഗ്രഹിക്കുക. കാരണം വീണ്ടും ബിഗ് ബോസിൽ ജാസ്മിൻ ഉണ്ടെങ്കിലേ കുറെ വിഷയങ്ങൾ അവിടെ സംഭവിക്കുമെന്നറിയാം. വില്ലൻ ഇല്ലാതെ എന്ത് നായകൻ എന്ന് പറയുന്ന അവസ്ഥയാണ് എപ്പോഴും നമുക്ക് മുമ്പിൽ ഉണ്ടാവുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.